നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മ ആയത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻതാരയുടെ ഏത് വാർത്തയും വൈറലാകാറുണ്ട്. എന്നാൽ നയൻതാര ഒരു അഹങ്കാരിയാണ് എന്നുള്ള തരത്തിലാണ് എപ്പോഴും ചർച്ചകൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നയൻതാരയ്ക്ക് സിനിമകൾ ലഭിക്കാറില്ലെന്നും കൂടുതൽ പ്രതിഫലം വാങ്ങുകയാണ് നയൻതാര ചെയ്യുന്നതെന്നുമുള്ള വാർത്തകളെല്ലാം തന്നെ വരാറുണ്ട്. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ച് മറ്റൊരു വാർത്തയാണ് വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ അടുത്ത കാലത്തായിരുന്നു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ ഈ ലോകത്തോട് വിട പറയുന്നത്. തന്റെ 90ാമത്തെ വയസ്സിലാണ് അമ്മയുടെ വിയോഗം. വർഷങ്ങളായി രോഗാവസ്ഥയിലായിരുന്ന അമ്മയെ പൊന്നുപോലെ നോക്കിയ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല ആരാധകർക്ക്. ഓർമ്മ പോലും നഷ്ടമായ അമ്മയെ പരിചരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ വീട്ടിൽ പണിക്ക് നിർത്തിയിരുന്നു. തിരക്കുകളിലേക്ക് പോകുമ്പോൾ പോലും അമ്മയുടെ ആരോഗ്യകാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാനുള്ള സമയമൊക്കെയും ലാൽ കണ്ടെത്താറുണ്ട്. അങ്ങനെ ഒരു മകളുടെ കാര്യം കൂടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്. അത് മറ്റാരുമല്ല, ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയാണ്. വർഷങ്ങളായി കിടപ്പിലായ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ലേഡി സൂപ്പർ സ്റ്റാർ നേരിട്ടെത്തും. പ്രൈവറ്റ് ജെറ്റിൽ ഇടയ്ക്കിടെ കൊച്ചിയിലേക്ക് എത്തുന്ന നയൻതാരയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. അച്ഛനെ ഒരു കുഞ്ഞെന്ന പോലെയാണ് ഇപ്പോൾ മകൾ നോക്കുന്നത്. ഓർമ്മക്കുറവുണ്ടെങ്കിലും അച്ഛനോട് എന്നും സംസാരിക്കുന്ന മകളാണ്. തെന്നിന്ത്യ അടക്കി വാഴുന്ന ആളാണ് എങ്കിലും വീട്ടിൽ തന്റെ പപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ കൂടിയാണ് നയൻതാര. മകളുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് കുര്യൻ ഇത്രയും ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്. അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഓരോ നിമിഷവും വിലയിരുത്താൻ ആയി മെഡിക്കൽ ടീം പോലും സജ്ജമാണ്. വീട്ടിൽ ഒരു ICU വരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ മകളുടെ സ്നേഹവും കെയറിങ്ങും കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്നാണ് അമ്മ ഓമന ഈ അടുത്ത് പറഞ്ഞിരുന്നത്. 1.5 പതിറ്റാണ്ടിലധികമായി അദ്ദേഹം മോശം ആരോഗ്യാവസ്ഥയിലാണ്. തുടക്കത്തിൽ ഭക്ഷണം കഴിക്കാനായിരുന്നു ബുദ്ധിമുട്ട്, പിന്നെ ഓർമ്മക്കുറവിലേക്ക് എത്തി. ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഏറെക്കാലമായി കുര്യനെ അലട്ടുന്നു. അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കും തന്റെ മകൾ ലോകത്തിന്, എന്നാൽ തങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെയാണ് മകൾ നോക്കുന്നതെന്നും ഓമന വെളിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരു മകളെ കിട്ടിയ ഞങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ എന്നാണ് ഓമന പറയുന്നത്. അതേസമയം തെന്നിന്ത്യൻ സജീവമായിരിക്കെയാണ് നയൻതാര ചെന്നൈയിൽ സെറ്റിൽഡ് ആയത്. വിക്കിക്കും മക്കൾക്കുമൊപ്പം കൊട്ടാര സമാനമായ വീട്ടിലാണ് നയൻതാരയുടെ താമസം. എന്നാൽ താരത്തിന്റെ മാതാപിതാക്കൾ എപ്പോഴും കൊച്ചിയിൽ തന്നെയാണ്. വർഷങ്ങളായി ജീവിച്ചു വന്നതുകൊണ്ടാകാം അച്ഛനെയും അമ്മയെയും ചെന്നൈയിലേക്ക് നയൻതാര പറിച്ചു നട്ടിട്ടില്ല. പകരം എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചിയിൽ ഒരുക്കി കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് നയൻതാര അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു താരത്തിൻ്റെത്. ചേട്ടൻ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോഴും നയൻതാര തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും. നയൻതാരയെ പോലെ തന്നെ അഭിമുഖങ്ങളിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തവരാണ് താരത്തിന്റെ മാതാപിതാക്കളും. എന്നാൽ അടുത്തിടെ ആദ്യമായി നയൻതാരയെക്കുറിച്ച് നടിയുടെ അമ്മ പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു. മാതാപിതാക്കളോടും കുടുംബത്തോടും നയൻതാരയ്ക്കുള്ള സ്നേഹവും കരുതലും അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിലാണ് താരത്തിന്റെ അമ്മ നടിയെക്കുറിച്ച് വാചാലയായത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി നയൻതാരയുടെ പിതാവ് കിടപ്പിലാണ്. അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നയൻതാരയുടെ കണ്ണുകൾ നിറയാറുണ്ട്. അച്ഛനെ എന്നേക്കും കൂടെ നിർത്തണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം താരം ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഒരു ICU യൂണിറ്റ് തന്നെ അച്ഛനു വേണ്ടി നയൻതാര സജ്ജീകരിച്ചിട്ടുണ്ട്. രജനി സാറിന്റെ പടമൊക്കെ മോൾ ചെയ്യുമ്പോൾ അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു. മോളുടെ 3-4 തമിഴ് പടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നാട്ടിൽ വന്നു. അപ്പോഴും നമുക്ക് തോന്നി തുടങ്ങി അദ്ദേഹത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെന്നത്. ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതോടെ പെങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അസുഖം കണ്ടുപിടിക്കുന്നത്. അന്ന് ആ അസുഖം ഇത്രത്തോളം വലുതായി മാറുമെന്ന് അറിയില്ലായിരുന്നു. ലോകത്തിൽ ഇതുപോലൊരു മോളെ വേറെ ആർക്കും കിട്ടത്തില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം കുറഞ്ഞത് 3-4 വട്ടം ഞങ്ങളെ വിളിക്കും. കാര്യങ്ങളെല്ലാം തിരക്കും. മോൾ അച്ഛനെ നോക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് നോക്കുന്നത്. ഇതുപോലൊരു മോളെ കിട്ടിയ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്ന് ഓമന കുര്യൻ മകളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് മാതാപിതാക്കളെക്കുറിച്ച് നയൻതാരയാണ് സംസാരിച്ചത്. 13-14 വർഷമായി അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ്. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷം അപ്പോൾ 3-4 വർഷം ഓക്കെ ആയിരുന്നു. പിന്നീട് പതിയെ അസുഖം വർദ്ധിച്ച് ആരോഗ്യം കുറഞ്ഞു വന്നു. ഓർമ്മയില്ല, എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ന്യൂറോളജിക്കലായ ചില പ്രശ്നങ്ങളുണ്ട്. കൂടാതെ വേറെയും ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കും. എൻ്റെ സഹോദരൻ ദുബായിൽ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രദറിന് എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് വരാൻ കഴിയില്ല. അമ്മയാണ് ഇത്രയും വർഷമായി അച്ഛനെ നോക്കുന്നത്. ചിലപ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ കേൾക്കാം അച്ഛനുമായി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണെന്ന്. ഇങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായി അമ്മയുടെ ജീവിതം. ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അമ്മ അച്ഛനെ നോക്കുന്നത്. ഒരു ICU തന്നെ അച്ഛനു വേണ്ടി വീട്ടിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അച്ഛനാണ് എനിക്ക് എന്നേക്കും ഹീറോ. അദ്ദേഹത്തിന്റെ മകൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും നേട്ടങ്ങളും അദ്ദേഹം അറിയുന്നില്ലെന്നാണ് നിറകണ്ണുകളോടെ നയൻതാര പറഞ്ഞത്.
അതേസമയം ലേഡി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും കുടുംബത്തിന്റെ കാര്യത്തിൽ നയൻതാര എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ മുൻപ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ നയൻതാര മക്കളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ താൻ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നതിനെ കുറിച്ചാണ് പൊതുവേദിയിൽ അന്ന് നയൻതാര സംസാരിച്ചത്. മക്കളോടൊപ്പം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് വിഘ്നേഷിനേക്കാൾ താനാണെന്നാണ് നയൻ പറഞ്ഞത്. അല്ല, നയൻ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കും, ഞാൻ തന്നെയാണ് എന്ന് വിഘ്നേഷും പറഞ്ഞു. മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഞാനാണ്, ടിവിയോ ഫോണോ കാണിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുക്കാറില്ല എന്നൊക്കെ നയൻതാര അന്ന് വേദിയിൽ പറഞ്ഞത് കയ്യടി നേടുകയും ചെയ്തിരുന്നു. എന്നാൽ പലരും അതിനെ വിമർശിച്ചു. 2 കുട്ടികളെ നോക്കാൻ 4 ആയമാരെ വെച്ച കുട്ടികളെ പ്രസവിക്കാൻ ഗർഭപാത്രം തേടി നയൻതാര എങ്ങനെ അഭിമാനത്തോടെ ഇത് പറയുന്നു എന്നായിരുന്നു പലരുടെയും ചോദ്യം. അതിനവർ തെളിവായി എയർപോർട്ടിൽ കുട്ടികൾക്കൊപ്പം വരുന്ന ആയമാരുടെ വീഡിയോയും പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സഹായത്തിന് ചിലർ ഉണ്ടെങ്കിലും അവർ എന്ത് കഴിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നയൻതാരയ്ക്ക് എത്രത്തോളം നിബന്ധനകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പുതിയ വീഡിയോ. ഹോംലി ഫുഡാണ് മക്കൾക്ക് നൽകുന്നത്, അത് താൻ തന്നെയാണ് കൊടുക്കുന്നത്. TV കണ്ടോ ഫോൺ കണ്ടോ ഭക്ഷണം കഴിക്കാറില്ലെന്നത് നേരത്തെ നയൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് മക്കൾ എന്ത് സംസാരിക്കുന്നു എന്നത്. മുതിർന്നവരെ കാണുമ്പോൾ അവർക്ക് എത്രത്തോളം ബഹുമാനം നൽകിയാണ് സംസാരിക്കുന്നതെന്നതും പുതിയ വീഡിയോയിൽ വ്യക്തമായി കാണാം. നന്നായി മക്കൾ തമിഴ് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഞങ്ങളും തമിഴാണ് സംസാരിക്കുന്നത്, മക്കൾക്ക് തമിഴ് ഭാഷ നന്നായി അറിയാം എന്ന് നയൻതാര മറുപടി നൽകുന്നു. 2 ആളും നല്ല കുസൃതിയാണ്, ഐഡന്റിക്കൽ ട്വിൻസ് അല്ല എന്നും നയൻതാര പറയുന്നുണ്ട്. പൊങ്കൽ ദിവസം ഉലകം ഉയരും, ഇനിയും പൊങ്കൽ നാൾ വാഴ്ത്തുക്കൾ എന്ന് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആരാധകർ ആ ക്യൂട്ട് വീഡിയോ ഒരുപാട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.